വെൽക്കം ബാക്ക് ടു മൈ ട്യൂഷൻ. ഇന്ന് നമുക്ക് സ്ട്രെയിറ്റ് ലൈൻസ് നോക്കാം. ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സെല്ലാം ഇനി ഓടിച്ചൊന്ന് കവർ ചെയ്യാം. ഞാൻ ഇതിനകത്ത് ഓരോ ക്വസ്റ്റ്യൻ വരുമ്പോൾ അതിനെ ബേസ് ചെയ്ത് എല്ലാ ഫോർമുലാസ് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഇതെല്ലാ ക്വസ്റ്റ്യനും നിങ്ങൾ കാണാൻ ശ്രമിക്കുക. ഇന്നലെ ഇട്ട ഹോംവർക്കിൻ്റെ ക്വസ്റ്റ്യൻ ഞാൻ ലാസ്റ്റ് പറയാം. ഇന്ന് നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ ഞാൻ തരാം. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. Question number 1. Find the nearest point. On the line x plus y minus 3 is equal to 0. From the point 3 minus 2. Nearest point on the line from the point. നിങ്ങൾ നയൻത് സി ബി എസ് സിയിലൊക്കെ പഠിക്കുന്നുണ്ടല്ലോ. ഇപ്പോൾ ഒരു പോയിൻ്റിൽ നിന്ന് നമുക്കൊരു ലൈനിലേക്ക് നമുക്ക് ഡിസ്റ്റൻസ് ഇഷ്ടംപോലെ വരയ്ക്കാം. ഇങ്ങനെ വരയ്ക്കാം, ഇങ്ങനെ വരയ്ക്കാം, ഇങ്ങനെ അല്ലേ. അതിൽ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എപ്പോഴും എന്തായിരിക്കും? പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആയിരിക്കും അല്ലേ. അപ്പം നമുക്ക് ഈ പോയിൻ്റിൽ നിന്ന് എന്താ പറയുക, നിയറസ്റ്റ് പോയിൻ്റ് ഓൺ ദിസ് ലൈൻ ഫ്രം ദിസ് പോയിൻ്റ്. അപ്പം നമുക്ക് ഈ 3 - 2 എന്നുള്ള പോയിൻ്റ് ഇതായിട്ട് എടുക്കാം, ഈ പോയിൻ്റ്. അപ്പോൾ ഇവിടെ ഇത് വേറൊരു രീതിയിലും ചോദിക്കാം, ഫുട്ട് ഓഫ് ദി പെർപെൻഡിക്കുലറായിട്ട്. അപ്പോൾ അതിന് ഇതേ മെത്തേഡിൽ ചെയ്താൽ മതി, രണ്ട് സെയിം ആണ്. അപ്പം നമുക്കിവിടെ ഈ പോയിന്റിൽ നിന്ന് ഇതിലേക്ക് പെർപെൻഡിക്കുലർ വെച്ചാൽ മീറ്റ് ചെയ്യുന്ന പോയിന്റ്, അതാണ് ഫുട്ട് ഓഫ് ദി പെർപെൻഡിക്കുലർ. അത് രണ്ടും സെയിം ക്വസ്റ്റ്യനാണ്. ഇത് വേറൊരു മെത്തേഡ് രീതി ചോദിച്ചിരിക്കുന്നു. അപ്പം നിയറസ്റ്റ് പോയിന്റ് ഓൺ ദ ലൈൻ എന്ന് പറയുമ്പോൾ നമ്മളിവിടെ പെർപെൻഡിക്കുലർ, ഫുട്ട് ഓഫ് ദി പെർപെൻഡിക്കുലർ ആ മെത്തേഡിൽ ചെയ്താൽ മതി. Three minus 2 Q foot of the perpendicular HK എന്ന് എടുക്കാം. ലൈൻ x plus y minus 3 is equal to 0. നമുക്കറിയാം ഒരു ax plus by plus c is equal to 0. ഇതിന് പെർപെൻഡിക്കുലർ ഇക്വേഷൻ എങ്ങനെ എഴുതാം? The perpendicular line is കോഎഫിഷ്യൻ്റ് ഇൻ്റർചേഞ്ച് ചെയ്യുക. ബി എന്നുള്ളത് എക്ക് കൊടുക്കാം. പിന്നെ പ്ലസ് ആണ് മൈനസ്, മൈനസ് ആണെങ്കിൽ പ്ലസ്. എ വൈ, സിക്ക് പകരം കെ. ഈ ലൈനിന് പെർപെൻഡിക്കുലറായിട്ടുള്ള ലൈൻ്റെ ഇക്വേഷൻ പറഞ്ഞാൽ ബി എക്സിന് കൊടുക്കുക, എ വൈക്ക് കൊടുക്കുക. കോഎഫിഷ്യൻ്റ് ഇൻ്റർചേഞ്ച് ചെയ്യുക. മിഡിൽ സൈൻ പ്ലസ് ആണ് മൈനസ് എഴുതുക, മൈനസ് ആണെങ്കിൽ പ്ലസ്. ഓക്കെ, സി മാറ്റിയിട്ട് വേറൊരു കോൺസ്റ്റൻ്റ്. പാരലാണെങ്കിൽ എക്സ് പ്ലസ് വൈക്ക് മാറ്റമൊന്നുമില്ല. എക്സ് പ്ലസ് വൈ പ്ലസ് കെ ഈസ് ഈക്വൽ ടു 0. ഇവിടെ പെർപെൻഡിക്കുലർ ഇക്വേഷൻ എങ്ങനെ വരും? പെർപെൻഡിക്കുലർ ലൈൻ ഈസ് 1 ഇൻറ്റു എക്സ് 1 ഇൻറ്റു വൈ പ്ലസ് ആയതുകൊണ്ട് മൈനസ് പ്ലസ് കെ ഈസ് ഈക്വൽ ടു 0. പിന്നെ സ്ലോപ്പ് ഓഫ് ദിസ് ലൈൻ, ഈ പെർപെൻഡിക്കുലർ ഏത് പോയിന്റിൽ കൂടെ പാസ് ചെയ്യും? 3 - 2 അല്ലേ. എക്സ് മൈനസ് വൈ പ്ലസ് കെ x3 y minus 2. 3 minus minus 2 5. k എത്ര കിട്ടും? k is equal to minus 5. x minus y is equal to 5. നമുക്ക് ഫസ്റ്റ് ഇക്വേഷൻ എന്തായിരുന്നു? x plus y is equal to 3. ആഡിങ് മൈനസ് വൈ പ്ലസ് ഓപ്പോസിറ്റ് സൈൻ ഒന്ന് ഇക്വേഷൻ ആഡ് ചെയ്താൽ മതി. 2x ഈസ് ഈക്വൽ ടു 8, എക്സ് ഈസ് ഈക്വൽ ടു 4. 4 പ്ലസ് വൈ 3, സോ വൈ ഈസ് ഈക്വൽ ടു 3 - 4. സോ എച്ച് കെ ഈസ് 4, -1. ഫുട്ട് ഓഫ് ദി പെർപെൻഡിക്കുലർ എന്നാണ് ചോദിക്കുന്നതെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതി. Question number 2.
the y-intercept of a line. Passing through two comma 5 with the slope 1/2 is. ഇവിടെ y-intercept കാണണം അല്ലേ? ഏത് ലൈൻ പാസസ് ത്രൂ 2, 5 ആൻഡ് ഒരു പോയിൻ്റ് സ്ലോപ്പ് കൊണ്ട് നമുക്ക് ഏത് ഫോം അപ്ലൈ ചെയ്യാം? പോയിൻ്റ് സ്ലോപ്പ് ഫോം. y - y1 ഈക്വൽസ് m × x - x1 x1 y1 m 1/2. Equation of the line is y - y1 is equal to m × 1/2 × x - x1 x - 2. നമുക്കിവിടെ y-intercept ആണ് ക്വസ്റ്റ്യൻ അല്ലേ? നമുക്ക് ഒത്തിരി ഇത് സിംപ്ലിഫിക്കേഷൻ ഒന്നും നിൽക്കേണ്ട MCQ ആണ്. എക്സിൻ്റെ സ്ഥാനത്ത് 0 കൊടുക്കുക. y-intercept ആണെങ്കിൽ നമ്മൾ എക്സിന് 0 കൊടുക്കുക. y - 5 is equal to 0 - 2 -2/2. So y is equal to 4. ഇത്രയും ചെയ്താൽ മതി. Question number 3. The equation of a line passing through A, B and parallel to the line. Symbol അറിയാലോ, parallel to the line x/a plus y/b is equal to 1 is. ഇപ്പം ഞാൻ പറഞ്ഞു പാരലൽ ആണെങ്കിൽ നമുക്ക് ഈ പാർട്ടിന് മാറ്റമില്ല. ax plus by plus c is equal to 0. ഇതിന് പാരലൽ ലൈനിൻ്റെ ഇക്വേഷൻ ഇത്രയും പാർട്ട് അതേപോലെ എഴുതുക. ax plus by c നമുക്കങ്ങ് മാറ്റാം. ഓക്കെ, ഇത്രയേ ഉള്ളൂ. പെർപെൻഡിക്കുലർ ആണെങ്കിലാണ് മുമ്പേ നമ്മൾ പറഞ്ഞല്ലോ bx - ay plus k. ഇവിടെ നമുക്ക് പാരലൽ ലൈനിൻ്റെ ഇക്വേഷൻ എന്ത് വരും? x/a plus y/b is equal to k. This passes through the point a, b. a/a 1, b/b 1, 1 + 1 2. k is equal to 2. Replace k/2. നമുക്ക് കെയുടെ സ്ഥാനത്ത് 2 കൊടുത്താൽ മതി. ഇത്രയേ ഉള്ളൂ. Question number 4. If the orthocenter centroid incenter and circumcenter coincide in a triangle ABC. Comma, length of side AB √75. Find altitude. Through A. നമുക്കറിയാം ഓർത്തോ സെൻറ്റർ എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പോൾ ഇവിടെ എ കൂടെയുള്ള ആൾട്ടിറ്റ്യൂഡിൻ്റെ പെർപെൻഡിക്കുലർ.
ഓർത്തോ സെൻറ്റർ എന്താ? പോയിൻ്റ് ഓഫ് ഇൻ്റർസെക്ഷൻ ഓഫ് ദി ആൾട്ടിറ്റ്യൂഡ്. ഒരു വെർട്ടെക്സിൽ നിന്ന് നമ്മൾ ഓപ്പോസിറ്റ് സൈഡിലേക്ക് പെർപെൻഡിക്കുലർ വരയ്ക്കുന്നത്. ആ പെർപെൻഡിക്കുലേഴ്സ് എല്ലാം കൂടെ മീറ്റ് ചെയ്യുന്ന പോയിൻ്റാണ് ഓർത്തോ സെൻറ്റർ. സെൻട്രോയിഡ്, പോയിൻ്റ് ഓഫ് ഇൻ്റർസെക്ഷൻ ഓഫ് മീഡിയൻസ്. മീഡിയൻസ് ആകുമ്പോൾ എന്താ? ഒരു പോയിൻ്റിൽ നിന്ന് ഓപ്പോസിറ്റ് സൈഡിൻ്റെ മിഡ് പോയിൻറ്റിലോട്ട് ജോയിൻ ചെയ്താൽ മതി. പിന്നെ ഇൻ സെൻറ്റർ ആംഗിൾ ഓഫ് ബൈസെക്ടേഴ്സ്. സർക്കം സെൻറ്റർ പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് മീറ്റ് ചെയ്യുന്ന പോയിൻ്റ്. ഇതെല്ലാം കോയിൻസൈഡ് ചെയ്യണമെങ്കിൽ ട്രയാങ്കിൾ എന്തായിരിക്കണം? ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ. ഇക്വിലാറ്ററൽ ട്രയാങ്കിളിൻ്റെ സൈഡെന്ന് ആൾട്ടിറ്റ്യൂഡിൻ്റെ ഫോർമുല എന്താ? √3/2 ഇൻറ്റു സൈഡ്. √75. √75 നമുക്ക് എങ്ങനെ എഴുതാം? 5 × 5 × 3, 5 ഔട്ട് സൈഡ്. ദാറ്റ് ഈസ് 5 × √3 × √3, 3. ആൻസർ 15/2. ആൾട്ടിറ്റ്യൂഡൊക്കെ ഉള്ളതുകൊണ്ട് സ്ട്രെയിറ്റ് ലൈൻ അല്ലേ, അതുകൊണ്ട് ഇതിൽ വന്നത്. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കണ്ടു, അതുകൊണ്ട് എനിക്ക് ഇതായിട്ട് തോന്നി കുറച്ച്. Question number 5. ജൂൺ 1 അല്ലേ? 4 ദിവസം. Find K. For which the line K minus 3 into X minus 4 minus K square into Y plus K square minus 7K plus 6, 0 is parallel to x-axis. Find K. നമുക്കറിയാം ax plus by plus c is equal to 0. സ്ലോപ്പ് എന്ന് പറയുന്നത് എന്താ? മൈനസ് കോഎഫിഷ്യൻ്റ് ഓഫ് എക്സ് ബൈ കോഎഫിഷ്യൻ്റ് ഓഫ് വൈ മൈനസ് എ ബൈ ബി. ഇവിടെ ലൈൻ പാരലൽ ടു ദിസ്. ഇഫ് ടു ലൈൻസ് ആർ പാരലൽ, സ്ലോപ്സ് ആർ ഈക്വൽ. ഇഫ് ടു ലൈൻസ് ആർ പെർപെൻഡിക്കുലർ, പ്രോഡക്റ്റ് ഓഫ് സ്ലോപ്സ് ഈസ് -1. ഇവിടെ സ്ലോപ്പ് എന്താ? ഈ ലൈൻ്റെ സ്ലോപ്പ് എന്താ? മൈനസ് കോഎഫിഷ്യൻ്റ് ഓഫ് എക്സ് കെ മൈനസ് 3 ബി മൈനസ് ഓഫ് 4 മൈനസ് കെ സ്ക്വയർ. ഏതിനാണ് പാരലൽ? എക്സ് ആക്സിസിന്. സ്ലോപ്പ് ഓഫ് എക്സ് ആക്സിസ് എന്താ? 0. സോ സ്ലോപ്പ് ഓഫ് ദിസ് ലൈൻ ഈസ് ഈക്വൽ ടു 0. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ വി ഗെറ്റ് കെ ഈസ് ഈക്വൽ ടു 3. ഇതേ സ്ഥാനത്ത് എക്സ് ആക്സിസിന് പകരം വൈ ആക്സിസിനായിരുന്നു ക്വസ്റ്റ്യൻ എങ്കിൽ എന്ത് നമ്മൾ എഴുതും? ഇവിടെ 1/0 എന്ന് എഴുതിയാൽ മതി. നോട്ട് ഡിഫൈൻഡ് അല്ലേ? സ്ലോപ്പ് ഓഫ് വൈ ആക്സിസ് എന്താ? വൈ ആക്സ് എക്സ് ആക്സിന് പെർപെൻഡിക്കുലർ ആണ്. tan 90 നോട്ട് ഡിഫൈൻഡ് ആണ് അല്ലേ? അപ്പോൾ ഇവിടെ ഇതിൽ കെ ഈസ് ഈക്വൽ ടു 3 വരും. വൈ ആക്സിസ് ആണെങ്കിൽ ഞാൻ ജസ്റ്റ് അതുകൂടെ കാണിക്കാം. ക്വസ്റ്റ്യൻ ഇവിടെ എക്സ് ആക്സിസ് ആണ്. കെ ഈസ് ഈക്വൽ ടു 3. ഇതേ ക്വസ്റ്റ്യനിൽ പാരലൽ ടു വൈ ആക്സിസ് ചോദിച്ചിരുന്നെങ്കിൽ, ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നെങ്കിൽ ആൻസർ എന്ത് വരുമായിരുന്നു? മൈനസ് കെ മൈനസ് 3 ബൈ മൈനസ് ഓഫ് 4 മൈനസ് കെ സ്ക്വയർ 1/0 അങ്ങനെ എടുത്താൽ മതി. നോട്ട് ഡിഫൈൻഡ് എന്നുള്ള എന്ത് കിട്ടും? 4 മൈനസ് കെ സ്ക്വയർ 0 വരും. കെ സ്ക്വയർ 4 വരും. കെ ഈസ് ഈക്വൽ ടു +4 മൈനസ് 2. പാരലൽ ടു വൈ ആക്സിസ് ആണെങ്കിൽ, ക്വസ്റ്റ്യൻ ഇതല്ല, ഇങ്ങനെ വന്നാൽ ഇതിനെ ബേസ് ചെയ്ത് അതുകൂടെ പറഞ്ഞു എന്നേ ഉള്ളൂ.
Find the angle between the lines. Angle between the lines 2x plus 11y plus 7 0. Sorry, minus 7. And x plus 3y plus 5. Tan theta. Angle between two lines in the formula ഉണ്ട്. Tan theta is equal to absolute value. ഇവിടെ ആംഗിൾസ് എന്നാണെങ്കിൽ നമുക്ക് രണ്ടും കാണണം. ഇതാകുമ്പോൾ ഒരു വാല്യൂ കിട്ടും. m2 മൈനസ് m1 ബൈ 1 പ്ലസ് m1 m2. ആംഗിൾസ് ആണെങ്കിൽ അബ്സല്യൂട്ട് വാല്യൂ മാറ്റി നമ്മൾ രണ്ട് ആംഗിളും എഴുതണം. പോസിറ്റീവിൻ്റെ നെഗറ്റീവിൻ്റെ എഴുതണം. ഇവിടെ ആംഗിൾ എന്ന് ചോദിച്ചിട്ടുള്ളൂ. ഇവിടെ m1 എത്ര വരും? മൈനസ് എ ബൈ ബി. അല്ലെങ്കിൽ m2 എത്ര വരും? മൈനസ് 1/3 മൈനസ് 2/11. 1 പ്ലസ് മൈനസ് 1/3 ഇൻറ്റു മൈനസ് 11 പ്ലസ് 6 ബൈ 33 മൈനസിൻ്റെ മൈനസ് പ്ലസ് 33 പ്ലസ് 2. 5/35 1/7. So theta is equal to tan inverse 1/7. A straight line perpendicular to 2x plus y minus 3 0 passing through 1 1. Its y-intercept. Two x plus y minus 3 0. ഇതിൻ്റെ നമുക്ക് എങ്ങനെ എഴുതാം? 1 ഇൻറ്റു എക്സ് പെർപെൻഡിക്കുലർ ലൈൻ മുമ്പ് ഞാൻ പറഞ്ഞല്ലോ. 1 ഇൻറ്റു എക്സ് പ്ലസ് മൈനസ് ആക്കുക 2y പ്ലസ് k ഈസ് ഈക്വൽ ടു 0. പാസസ് ത്രൂ 1 1. x1 y1. k minus 1 0, k is equal to 1. Perpendicular line indication ഇങ്ങനെ x minus 2y plus 1 is equal to 0. y ഇൻ്റർസെപ്റ്റ് കാണാൻ നമുക്ക് എന്ത് ചെയ്താൽ മതി? എക്സിന് 0 കൊടുത്താൽ മതി. സോ y is equal to 1/2. y ഇൻ്റർസെപ്റ്റിന് വരെ x ഇൻ്റർസെപ്റ്റ് ആയിരുന്നെങ്കിലോ x is equal to -1. x ഇൻ്റർസെപ്റ്റ് കിട്ടും. If the lines (2x minus 3y plus 5 is equal to 0), 9x minus 5y plus 14 0, and 3x minus 7y plus k is equal to 0 are concurrent. Find k. Concurrent എന്ന് പറഞ്ഞാൽ എന്താ? 2 or more lines passing through same point. ഇങ്ങനെ പോകുന്നതിനെയാണ് നമ്മൾ എന്താ പറയുന്നത്? കൺകറൻറ്റ് ലൈൻസ്.
that lines passes through same one point. നമുക്ക് ആദ്യം നോക്കേണ്ടത് എക്സ് ഇല്ലാത്ത രണ്ട് ഇക്വേഷൻ സോൾവ് ചെയ്യാം. ഇവിടെ 2 ഇവിടെ 9. അപ്പോൾ നമ്മൾ എക്സിൻ്റെ കോഎഫിഷ്യൻ്റാണ് ഈക്വൽ ആക്കുന്നതെങ്കിൽ 9 × 2 18x 27y. നമുക്ക് 5 റൈറ്റ് സൈഡിൽ കൊണ്ടുപോകാം. 2 × 9 2 × 5 -28. ഇവിടെ സെയിം സൈൻ വന്ന സബ്ട്രാക്ഷൻ. -17y. സോ y ഈസ് ഈക്വൽ ടു 1. y 1 ആകുമ്പോൾ ഇവിടെ -3 + 5 എത്ര വരും? 2. 2x ഈസ് ഈക്വൽ ടു -2. x ഈസ് ഈക്വൽ ടു -1. നമുക്ക് പോയിൻ്റ് എന്ത് കിട്ടി? പോയിൻ്റ് ഓഫ് ഇൻ്റർസെക്ഷൻ -1 1. ഇനി നമുക്കിവിടെ k ഉള്ള ഇക്വേഷനിൽ കൊടുക്കാം. (3x - 7y). 3 × -1 -7 × 1 + k is equal to 0. -3 - 7 -10. K is equal to 10. Question number 9. Equation of the perpendicular bisector. Of line joining a -2 3 and b 3 6 -5. പെർപെൻഡിക്കുലർ ബൈസെക്ടർ എന്നാണ് അല്ലേ. നമുക്ക് ഇതിൻ്റെ മിഡ് പോയിൻ്റ് തന്നെയായിരിക്കണം. ബൈസെക്ടർ എന്ന് വെച്ചാൽ മിഡ് പോയിൻ്റ്. a -2 3 b 6 -5. മിഡ് പോയിൻറ്റിൻ്റെ ഫോർമുല എന്താ? x1 + x2/2 y1 + y2/2. -2 + 6 4 4/2. q എന്ന് പറഞ്ഞ പോയിൻ്റ് എന്ത് വരും? 4/2 2. 3 + -y -2 -2/2. ഇനി സ്ലോപ്പ് ഓഫ് എ ബി y2 - y1/x2 - x1 -5 -3 -8 6 -2 8. If two lines are perpendicular, product of slopes is -1. അപ്പോൾ ഇവിടെ എ ബിയുടെ സ്ലോപ്പ് എന്ത് കിട്ടി? -1. അതിൻ്റെ ഓപ്പോസിറ്റ് സൈനും റെസിപ്രോക്കലും ആയിരിക്കും സ്ലോപ്പ് ഓഫ് പി ക്യു. സ്ലോപ്പ് ഓഫ് പി ക്യു +1. ഇനി പി ക്യു പാസ് ചെയ്യുന്ന പോയിൻ്റ് ഉണ്ടല്ലോ, പോയിൻ്റ് സ്ലോപ്പ് 4. ഇക്വേഷൻ ഓഫ് പി ക്യു ഈസ് y - y1 = m × x - x1. y -1. സ്ലോപ്പ് എത്രയാണ്? 1. y + 1 - x + 2 = 0. y - x + 3 0. ഇനി എക്സിൽ നമുക്ക് എഴുതണമെന്നുണ്ടെങ്കിൽ x - y - 3 0. ഇവിടെ ഇപ്പോൾ ഓപ്ഷൻ ഈ ഫോമിലാണ് x - y - 3. Question number 10. The slope of the straight line which does not intersect. ഇതൊരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. The slope of the line which does not intersect. X-axis is equal to
നമുക്കറിയാം 2 ലൈൻസ് ഒരിക്കലും ഇൻ്റർസെക്റ്റ് ചെയ്യത്തില്ല എന്ന് പറഞ്ഞത് എന്താ, പാരലാണ് അല്ലേ. അപ്പം ആ ലൈൻ ഏതിന് പാരലാണ്? എക്സ് ആക്സിസിന്. ഇഫ് 2 ലൈൻസ് ആർ പാരലൽ, സ്ലോപ്സ് ആർ ഈക്വൽ. സ്ലോപ്പ് ഓഫ് എക്സ് ആക്സിസ് 0. Therefore slope of this line is parallel to x axis. So answer is slope of the line in the 0. കൊച്ചു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, കുഞ്ഞു ക്വസ്റ്റ്യൻ. ഇന്ന് നിങ്ങൾക്ക് ഹോംവർക്ക് വേണ്ടേ? ഒരു ക്വസ്റ്റ്യൻ കൂടി പറയാം. Find the slope of a line which makes (30° in the positive direction of y axis. നമുക്കറിയാം ഒരു ലൈൻ എപ്പോഴും നമ്മൾ എക്സ് ആക്സിസുമായിട്ട് എത്ര ആംഗിൾ, പോസിറ്റീവ് ഡയറക്ഷൻ, ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ഇപ്പോൾ ഒരു ലൈൻ ഇങ്ങനെ വന്നു, ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ അത് എത്ര ആംഗിൾ മേക്ക് ചെയ്തു, അതിൻ്റെ ടാൻ എടുക്കുമ്പോഴാണ് നമുക്ക് സ്ലോപ്പ് കിട്ടുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? 30° വിത്ത് ദ പോസിറ്റീവ് ഡയറക്ഷൻ ഓഫ് വൈ ആക്സിസ് എന്നാണ്. അപ്പം നമുക്കത് വൈ ആക്സിസുമായിട്ട് 30° മേക്ക് ചെയ്യുന്നു. അപ്പോൾ അത് എക്സ് ആക്സുമായിട്ട് ഇനി വരുമ്പോൾ എത്ര വരും? എക്സ് ആക്സും വൈ ആക്സും നമ്മൾ ആംഗിൾ അറിയാമല്ലോ, 90. അപ്പോൾ എന്നൊക്കറിയാം ദിസ് ലൈൻ മേക്ക് 90 + 30, 120° വിത്ത് ദ എക്സ് ആക്സിസ്. സോ സ്ലോപ്പ് ഈസ് ഈക്വൽ ടു tan 120. 120 നമുക്ക് എങ്ങനെ എഴുതാം? 180 - 60. 180 എന്ന് നോ ചേഞ്ച്, ലെഫ്റ്റിലുള്ളത് തന്നെ എഴുതുക. സെക്കൻഡ് ക്വാഡ്രൻറ്റിൽ ടാൻ എന്താ? നെഗറ്റീവ്. മൈനസ് tan 60 മൈനസ് √3. നിങ്ങൾക്ക് ഇന്നലത്തെ ഹോംവർക്കിൻ്റെ ആൻസർ പറയാം. ഇന്ന് നിങ്ങൾക്കൊരു ഹോംവർക്കും തരാം. ഇന്നലത്തെ ഹോംവർക്ക് ഇതായിരുന്നു ക്വസ്റ്റ്യൻ. ഇന്നലത്തെ ദ കോഎഫിഷ്യൻ്റ് ഓഫ് x³ ആൻഡ് x⁴ ഇൻ ദ എക്സ്പാൻഷൻ ഓഫ് 3 + kx ദ ഹോൾ റൈസ് ടു 9 ആർ ഈക്വൽ ടു ദ വാല്യൂ ഓഫ് k. ഓപ്ഷൻ സി. ആൻസർ 2 ഓപ്ഷൻ സി ആയിരുന്നു ഇന്നത്തെ ഹോംവർക്ക്. Find the distance between find the distance between 3x minus 4y minus 26 0 and 6x minus 8y plus 8 is equal to 0. ഇന്ന് ഞാൻ ഓപ്ഷൻ തരുന്നില്ല, നിങ്ങൾ ആൻസർ കണ്ടുപിടിച്ച്, ആൻസർ നമ്പർ അല്ലേ, അതൊന്ന് മാത്രം ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. ഫൈൻഡ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദിസ് ആൻഡ് ദിസ്. 3x minus 4y minus 26 0, 6x minus 8y plus 8 is equal to 0. ഓക്കെ, അപ്പം ഞാനിതിൻ്റെ ഓപ്ഷൻസ് ഒന്നും തരുന്നില്ല, നിങ്ങളല്ലാതെ ചെയ്തിട്ട് ആൻസർ കമൻറ്റ് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് വീഡിയോ കോണിക് സെക്ഷൻ 2 ചാപ്റ്റർ വെച്ചിടാം, കാരണം ഇനി സമയമില്ല. ഇനി ഈവനിങ് വീഡിയോ ഇടുന്നുണ്ട്, അപ്പോൾ ഇതിൻ്റെ ആൻസർ പറയാം. ഓക്കെ, ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കുട്ടികളുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. ഓക്കെ, താങ്ക് യു.